السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الحضارة والبادية എന്ന അധ്യായം. وقال القطامي ഖുത്താമി എന്ന ഷായർ ഉമവിയ കാലഘട്ടത്തിലെ ഒരു ഷായറാണ് ഖുത്താമി. അദ്ദേഹത്തിന്റെ പേര് വസ്മുഹു ഉമൈർ അത്തഅലബി. തഅലബിയാണ് അദ്ദേഹം. ഉമൈർ ആണ് അദ്ദേഹത്തിന്റെ പേര്. ഖുത്താമി എന്ന ഷായറിനെ അഖ്തൽ എന്ന വലിയ സാഹിത്യകാരനൊക്കെ പ്രശംസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബെയ്ത്തുകൾ ഒരു പ്രത്യേക രീതിയിലാണ്. ഒരുപാട് വിഷയങ്ങൾ സങ്കൽപ്പിച്ച് ആ സങ്കല്പം കളയപ്പെട്ട് പറഞ്ഞ ഭാഗവുമായിട്ട് വലിയ ബന്ധങ്ങൾ കൊടുത്തിട്ട് ഉള്ള കുറെ ബെയ്ത്തുകൾ അദ്ദേഹത്തിന്റെ ദീവാനുൽ ഖുത്താമിയൊക്കെ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ വലിയ സ്ഥാനമുള്ള ഒരു ഷായറാണ് ഖുത്താമി. തഅലബിയാണ് അദ്ദേഹം. ശേഷം തന്റെ സഹോദരൻ ബക്കർ ബിൻ വാഇൽ അദ്ദേഹത്തെ പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം തഅലബി തന്നെ. ഏതായിരുന്നാലും അദ്ദേഹം പറഞ്ഞു, മൻ തകുനിൽ ഹിലാറത്തു അഅജബതുഹു ഫഅയ്യ റിജാലിൻ ബാദിയത്തിൻ തറാന വമൻ റബതൽ ഹിജാശ ഫഇന്ന ഫീന قنن سلبا وأفراسا حسانا وكن إذا أغرن على جناب وأعوزهن نهب حيث كان أغرن من الضياب على حلول ولبط إنه من حان حانا وأحيانا على بكر أخينا إذا ما لم نجد إلا أخانا. അപ്പൊ ഖുത്താമി എന്ന ഷായർ പറയാം. അദ്ദേഹത്തിന്റെ പേര് നമ്മൾ പറഞ്ഞു, ഉമൈർ എന്നാണ്. അബൂഹിലാൽ എന്ന സാഹിത്യകാരനൊക്കെ അദ്ദേഹത്തിന്റെ പേര് ഉമൈറാണ് എന്ന് പറയുന്നുണ്ട്. മറ്റു പല അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ടാണ് ചില നുസ്ഖയിലൊക്കെ ഖാല അബൂഹിലാൽ ഇസ്മുഹു ഉമൈർ എന്ന് പറയുന്നത്. ഏതായിരുന്നാലും അദ്ദേഹം ഒരു ബദവിയാണ്. ബാദിയത്തിൽ താമസിക്കുന്ന ആളാണ്. ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആള്. അതിന് വലിയ പ്രശംസ പറഞ്ഞുകൊണ്ട് സ്വന്തത്തെ പ്രശംസിക്കുന്ന ഏതാനും ചില വരികളാണ്. അദ്ദേഹം പറയുന്നു, മൻ തകുനിൽ ഹിലാറത്തു അഅജബതുഹു. ഹിലാറത്ത് എന്നും ഹലാറത്ത് എന്നും ബിഫത്ഹിൽ ഹാഇ വകസ്രിഹ രണ്ടും ലോകത്തുണ്ട്. ഹലാറത്ത് എന്നും പറയാം, ഹിലാറത്ത് എന്നും പറയാം. അതേപോലെ തന്നെ ബിദാവത്ത് ബദാവത്ത് അവിടെയും ബികസ്രിൽ ബാഇ വഫത്ഹിഹ. ഹലാറത്തിന്റെ മാറ്റം ബദാവത്ത്. ഹലാറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പട്ടണങ്ങളിൽ താമസിക്കുന്നതിനാണല്ലോ ഹലാറത്ത് എന്ന് പറയുന്നത്. അതിന്റെ മാറ്റം ബദാവത്ത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അംസാറ്, പട്ടണങ്ങളിൽ താമസിക്കുന്ന ആളുകളെ പറ്റിയാണ്. കാരണം തഫ്ളീൽ പറയുമ്പോ ആളുകളാവണല്ലോ. പട്ടണത്തിൽ താമസിക്കുന്നവർ, അതേപോലെ തന്നെ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏതായാലും അദ്ദേഹം പറയാം, മൻ തകുനിൽ ഹലാറത്തു അഅജബതുഹു ഫഅയ്യ റിജാലിൻ ബാദിയത്തിൻ തറാന. മൻ ഇവിടെ മൗസൂല, അല്ലദി എന്നതിന്റെ അർത്ഥമാനാക്ക. തെക്കുൻ എന്നുള്ളതാണ് മന്നിന്റെ സില. അപ്പൊ മൻ തകുനിൽ ഹലാറത്തു, ഹലാറത്ത് എന്ന് പറഞ്ഞാൽ പട്ടണങ്ങളിൽ താമസിക്കുക എന്നാണ് നേരർത്ഥം. ഉദ്ദേശിക്കുന്നത്
അതിന്റെ അഹ്ലുകാരാണ്. അഹ്ലുൽ ഹലരി അല്ലെങ്കിൽ അഹ്ലുൽ അംസാരി എന്നൊക്കെ. അവിടെ മുലാഫ് കളയപ്പെട്ടതാണ്. കാരണം അത് ശേഷമുള്ള അയ്യരിജാലിൻ ബാദിയത്തിൻ എന്നത് അറിയിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഹലാറത്തിനല്ല തഫ്ദീലാക്കുന്നത്, അല്ല ബദാവത്തിനല്ല തഫ്ദീലാക്കുന്നത്, അഹ്ലുൽ ബാദിയത്തിനെയാണ് എന്ന് മനസ്സിലാവും. എന്തുകൊണ്ട്? അയ്യരിജാലിൻ എന്ന വാക്കുകൊണ്ട്. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, മൻ തകുനിൽ ഹലാറത്തു അഅജബതുഹു, ഏതൊരുത്തനാണ് ഹലാറത്ത് അവനെ അത്ഭുതപ്പെടുത്തുന്നത്, അവനെ സന്തോഷപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ? അവൻ അവിടെ അങ്ങനെ ഉദ്ദേശിക്കുന്നവര് അംസാറില് ഹലറില് കഴിഞ്ഞുകൊള്ളട്ടെ എന്നാണ്. അതവിടെ കളയപ്പെട്ടിട്ടില്ല. അതാ നേരത്തെ പറഞ്ഞ ഖുതാമിന്റെ ബൈത്തുകളിലൊക്കെ ഇങ്ങനൊരു സംഭവം ഒന്ന് സങ്കല്പിച്ച് പറയും, എന്നിട്ട് ആ സങ്കല്പം അവിടെ കളയപ്പെടും. അതിനെ തോന്നിപ്പിക്കുന്നത് ബൈത്തുകളിലൊക്കെ ഉണ്ടാവും ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് ഫമൻ യകുനിൽ ഹലാറത്തു മൻ തകുനിൽ ഹലാറത്തു അഅജബതുഹു എന്ന് പറഞ്ഞു. ആർക്കാണ് ഹലാറത്ത് സന്തോഷമാവുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നത്, അങ്ങനത്തെ ഒരുത്തൻ ആരാണ്? അവര് അവിടെ തന്നെ താമസിച്ചോട്ടെ, നാട്ടിൽ പട്ടണത്തിൽ തന്നെ താമസിക്കട്ടെ. എന്നിട്ട് അദ്ദേഹം പറയപ്പോ അയ്യരിജാലിൻ, ഏതൊരുത്തനാണ് ബാദിയത്തിൻ തറാന, എങ്ങനത്തെ ഒരുത്തൻ? ബാദിയത്തിൻ, അവൻ ബദവിയ, ഗ്രാമത്തിൽ താമസിക്കുന്ന ആളാണ്. അങ്ങനത്തെ ആള്. അപ്പൊ നമ്മളെ നോക്കുന്ന, നമ്മളെ ശ്രദ്ധിക്കുന്ന ബാദിയത്തിൽ താമസിക്കുന്ന ആളുകൾ ആരാണ്? അവരെവിടെ? അവർക്കാണ് ഏറ്റവും ശ്രേഷ്ഠം. അവർ നമ്മളാണ് എന്ന് പറയാം. അവരാണ് കാമിലായവർ, സനാ അവകാശപ്പെടാൻ പറ്റിയവർ. നമ്മളെപ്പോലെയുള്ള ബാദിയത്തിൽ താമസിക്കുന്ന ആളുകളാണ്. അയ്യരിജാലിൻ എന്നുള്ളത് 5 കോലത്തില് വരുമല്ലോ. അയ്യ എന്നുള്ളത് ഹംസക്ക് ഫത്ഹായിട്ടും യാന് ശബ്ദം കൊടുത്തിട്ട് അയ്യരിജാലിൻ 5 കോലത്തിൽ വരും, ഷർത്തായിട്ട് വരും. അയ്യമ്മ തദ്ഉ ഫലഉൽ അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞ പോലെ അയ്യ ഇനി ഇസ്തിഫാമായിട്ട് വരും. അയ്യുക്കും സാദത്തുഹു ഹാദിഹി ഈമാന എന്ന് പറഞ്ഞ പോലെ മൗസൂലായിട്ട് വരും. ലനൻസിഅന്ന മിൻ കുല്ലി ശിയഅത്തിൻ അയ്യുഹും അശദ്ദു, അവിടെ മൗസൂലായിട്ടാണ്. അതേപോലെ 4-5 രൂപങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ അദ്ദേഹം നമ്മള് ബാദിയത്തിൽ താമസിക്കുന്ന ആളാണ്, നമ്മേക്കാൾ കാമിലായവർ മറ്റാരുമില്ല എന്ന് പറഞ്ഞിട്ട് അഹ്ലുൽ ബാദിയത്തിനെ പ്രശംസിച്ച് ഹലറിൽ താമസിക്കുന്ന ആളുകൾക്ക് സ്ഥാനം കുറക്കുകയാണ്. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്, വമൻ റബത്തുൽ ഹിജാശ ഫഇന്ന ഫീനാ ഖനൻ, വമൻ ഒരുത്തൻ, ഒരു കൂട്ടർ, റബത്തുൽ ഹിജാശ അവര് ബന്ധിച്ചിരിക്കുന്നു, കെട്ടിയിരിക്കുന്നു, അൽ ഹിജാശ, ഹിജാഷ് എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ കഴുതന്റെ കുട്ടി, ഹിജാഷ് എന്ന് പറഞ്ഞാൽ കഴുതക്കുട്ടി. ജിഹാഷ്, ഹിജാഷ് അല്ല, വമൻ റബത്തൽ ജിഹാഷ് ആണ്. ജിഹാഷ് എന്ന് പറഞ്ഞാൽ ജഹ്ഷിന്റെ ജംഅ്, ജിഹാഷ് കഴുതന്റെ കുട്ടിക്കാണ് എന്താ പറയാ ജിഹാഷിന്. ഖനാത്ത് എന്നതിന്റെ ജംആണല്ല ഖന. കഴിഞ്ഞ ഒരുപാട് പേരിൽ നമ്മൾ പറഞ്ഞ ഖനാത്തിന്റെ ജംഅ് ഖന. റിമാഹ് കുന്തം എന്നാണ് അർത്ഥം. സുലുബൻ എന്നും സെലിബൻ എന്നൊക്കെ പറഞ്ഞാൽ രണ്ടും ലോകത്തുണ്ട്. സെലിബ് എന്ന് പറയാം, സുലുബ് എന്ന് പറയാം. തവീല് എന്നാണ് അർത്ഥം, തവീല്. അദ്ദേഹം ചോദിക്കുന്നത്, ആരെങ്കിലും കഴുതന്റെ കുട്ടികളെ ബന്ധിച്ച് വീട്ടിൽ ഒതുങ്ങിക്കൂടുകയാണെങ്കിൽ അവരവിടെ ഒതുങ്ങിക്കൂടിക്കോ. നമുക്കെന്തുണ്ട്? ഫഇന്ന ഫീന ഖനൻ സെലിബൻ, നല്ല നീളമേറിയിരിക്കുന്ന റിമാഹ് കുന്തങ്ങളുണ്ട്. വ അഫ്റാസൻ ഹിസാന, നല്ല ഭംഗിയുള്ള കുതിരകളും നമുക്കുണ്ട്. അപ്പൊ കഴുതക്കുട്ടികളെയും കളിപ്പിച്ചിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുന്നവർക്ക് വീട്ടിലിരിക്കാം. നമ്മൾ അത്തരക്കാരല്ല. നല്ല നീളമുള്ള കുന്തം കൊണ്ട് എറിയുന്ന നല്ല സൗന്ദര്യമുള്ള കുതിരകളും നമുക്കുണ്ട്. നമ്മൾ യുദ്ധം ചെയ്യുന്നവരാണ്, യുദ്ധപ്രിയരാണ്.
നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് പോരാട്ടങ്ങളും വിപ്ലവങ്ങളൊക്കെ. അതുകൊണ്ട് നമുക്ക് ഒട്ടകത്തെ കഴുതന്റെ കുട്ടിനെ വീട്ടിൽ കളിപ്പിക്കാനും അതിനെ വളർത്താനും അതിനെ കെട്ടാനൊന്നുള്ള സമയം ഇല്ല. ഒരു നിസ്സാരാക്കിയിട്ടാണ് കഴുതനെ പറഞ്ഞത്. നമുക്കുള്ളത് അതിന് മാറ്റം പർസ്, നല്ല മുന്തിയ ഇനം കുതിരയാണ്. എന്നിട്ട് പറയാം കുന്ന ഇദാ അഗർന അലാ ജനാബിൻ വ അഅ്വസുഹുന്ന നഹ്ബുൻ ഹൈതു കാന. വകുന്ന ആ കുതിരകളിലേക്കാണ്. വകുന്ന അവകള്, ആ കുതിരകള് ഇദാ അഗർന അവര് ഇഗാറത്ത് നടത്തുമ്പോൾ, വിപ്ലവം ഉണ്ടാക്കുമ്പോൾ, ചാടി വീഴുമ്പോൾ, ആരമേല് അല ജനാബിൻ. ജനാബ് എന്നുള്ളത് ഒരു ഗോത്രാണ്. കൽബ് കബീലയിൽപ്പെട്ട ഒരു ഗോത്രാന്ന് കഴിഞ്ഞ ബൈത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോ ജനാബിന്റെ മേലില് അവര് വിപ്ലവം ഉണ്ടാക്കുമ്പോൾ, ചാടി വീഴുമ്പോൾ, അങ്ങനെ ആ ചാടി വീഴുമ്പോൾ എന്നുള്ള വിപ്ലവം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വിപ്ലവം ഉണ്ടാക്കിയാൽ എന്നൊക്കെ ആ ഷർത്തിന്റെ ജവാബ് രണ്ടാമത്തെ വരിയിലെ അഗർന എന്നുള്ളതാണ്. വ അഅ്വസുഹുന്ന, ആ ഹുന്നയും മടങ്ങുന്നത് ഇതിലേക്ക് തന്നെയാണ്, ആ പിന്നെ അഫ്രാസിലേക്കാണ്. അവരിൽ ഏറ്റവും അശക്തര്. അഅ്ജസ് എന്നാണ് അഅ്വസിന്റെ അർത്ഥം, അഫ്ഖർ എന്നർത്ഥം. അഅ്വസഹു എന്ന് പറഞ്ഞാൽ ഇദഹ്താജ എന്നാണല്ലോ. അപ്പൊ ഏറ്റവും അശക്തമായ അവര് തന്നെ നഹ്ബുൻ ഹൈതു കാന, അവർ തന്നെ നഹ്ബുൻ ഒരു വലിയ രീതിയിലുള്ള വിപ്ലവം സൃഷ്ടിക്കുന്നവരാണ്. ഹൈതു കാന അത് ഉണ്ടാവുന്ന സ്ഥലത്ത് എന്നുവെച്ചാൽ അവരുടെ പടയോട്ടം അത്രമേൽ ശക്തമാണ്. അവര് പടയോട്ടം നടത്തി ഗനീമത്ത് സ്വത്ത് പോലും ബാക്കിയാവാത്ത രീതിയിലുള്ള പടയോട്ടം നടത്തുന്നവരാണ് അവര്. അത് ഇടയ്ക്ക് പറഞ്ഞ അഅ്വസുഹുന്ന എന്നുള്ളത് ഇടയ്ക്കൊരു മൊയ്തരുതായിട്ട് പറയാം. അതിന്റെ ഖബറാണ് വരുന്നത് എന്ത്? അഗർന. അങ്ങനെ അവര് ഇഗാറത്ത് നടത്തുമ്പോ, പിന്നെ ചാടി പുറപ്പെടുമ്പം അഗർന അവര് ചാടി വീഴും. മിനൽ ളിയാബി അല ഹുലൂലിൻ വ ലബ്ബത്ത. ലബ്ബത്ത് ലിബാബൊക്കെ രണ്ട് കബീലകളാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? രണ്ട് കബീലകളിൽ നിന്ന് അവർ ചാടി വീഴും. അങ്ങനെ അവരുടെ പടയോട്ടങ്ങളിൽ നിന്ന് പടയോട്ടങ്ങൾ നടത്തുമ്പോൾ എന്ത് ചെയ്യും? അവര് ഹുലൂൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇറങ്ങുന്നവരെന്നാണ്. അപ്പൊ ആ സ്ഥലത്ത് ഇറങ്ങുന്നവരുടെ മേലിലൊക്കെ ചാടി വീഴും. അവരെ വിപ്ലവം, അവരുടെ പടയോട്ടം അനുഭവിക്കേണ്ടി വരും. അതിന് രണ്ട് കബീലനെ പറഞ്ഞു, ലബാബും ലബ്ബത്തും. എന്നിട്ട് പറയാം ഇന്നഹു മൻ കാന മൻ ഹാന ഹാന. നേരത്തെ പറഞ്ഞിരുന്നു ഹാന, കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മൾ. ഹാന നശിച്ചു എന്നാണ് അർത്ഥം. അങ്ങനെ നശിക്കുന്നവരൊക്കെ അവിടെ നശിക്കും. ഇവര് വലിയ പടയോട്ടം നടത്തുമ്പോ അവര് മറ്റൊന്നും നോക്കാതെ ഒരു വലിയ വിപ്ലവം, അവിടെ ഇറങ്ങുന്ന ആളുകൾക്കൊക്കെ ഇവരെ പ്രത്യാഘാതം, ഇവരെ പടയോട്ടത്തിൽ അവര് ഇരയാവേണ്ടി വരും. അങ്ങനെ നശിക്കുന്നവരൊക്കെ അവിടെ നശിക്കും എന്ന് മാത്രല്ല, അതിന് ശക്തിയായിട്ട് പറയുക അഹ്യാനൻ അല ബക്കിരിൻ അഖീന. പലപ്പോഴൊക്കെ അഹ്യാനൻ, ചിലപ്പോഴ് എന്നല്ല പലപ്പോഴും അഹ്യാനൻ അല ബക്കരിൻ അഖീന, നമ്മുടെ സഹോദരൻ. ബക്കറുവിനു വായിലാണ് ഉദ്ദേശിക്കുന്നത്. ആ തന്റെ സഹോദരനാകുന്ന സഅലബി, അദ്ദേഹം നമ്മൾ പറഞ്ഞു ഷാഇർ സഅലബിയാണെന്ന് പറഞ്ഞു. ബക്കർ ബിൻ വായിലും സഅലബിയാണ്. അപ്പോ ഈ ബക്കർ ബിൻ വായിലിന്റെ നേരെ വരെ എന്ത് വന്നിട്ടുണ്ട്? ഇവരുടെ വിപ്ലവം, ഇവരുടെ പടയോട്ടം വന്നിട്ടുണ്ട് പലപ്പോഴും. ഇദാലം നജിദ് ഇല്ല അഖാന, ഏത് സമയത്ത്? മറ്റുള്ള ആളുകളെ എത്തിക്കാത്ത സമയത്ത്. എന്നുവെച്ചാൽ പടയോട്ടങ്ങള്, മറ്റുള്ള ആളുകളുടെ നേരെ പടയോട്ടങ്ങള് ഇല്ലാതിരിക്കുന്ന സമയത്ത് പലപ്പോഴും എന്ത് വന്നിട്ടുണ്ട്? ഇവരുടെ പീഡനങ്ങള്, ഇവരുടെ പ്രത്യാഘാതങ്ങള്, ഇവരുടെ പിന്നെ പടയോട്ടം നമ്മുടെ സഹോദരൻ ബക്കർ ബിൻ വാഇലിന് വരെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം
പറയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താ? ബാദിയത്തിൽ താമസിക്കുന്ന ബദവികൾക്കാണ്, പിന്നെ ഹലറിൽ താമസിക്കുന്ന, അംസാറിൽ താമസിക്കുന്ന അഹ്ലുൽ ഹലർ, അഹ്ലുൽ അംസാറിനേക്കാളും മഹത്വം. ഇതൊക്കെയാണ് ഇവരുടെ മഹത്വങ്ങള് എന്ന് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കുറഞ്ഞ ബൈത്തിലൂടെ പറയാം. ഇവിടെ ഒരുപാട് വിഷയങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സങ്കല്പിച്ചിട്ട് അത് കളയപ്പെടുത്തുന്ന രീതി, അതേപോലെ തന്നെ വാക്കുകളൊക്കെ എന്തുണ്ട്, നല്ല അർത്ഥഗാംഭീര്യമുള്ള വാക്കുകളും ആശയങ്ങളൊക്കെ ഉള്ള കുറഞ്ഞ ബൈത്തുകളാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.